തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, വിശുദ്ധ ജെറോമിനെ ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും തന്നെ പരിചയമുള്ളതാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു കാര്യം തുറന്നു പറയുന്നുണ്ട്. അദ്ദേഹത്തിന് 2 ആസക്തികൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നു. ഒന്ന് കണ്ണിൻ്റെ ദുരാശ, മറ്റൊന്ന് അമിതമായ ദേഷ്യം. അദ്ദേഹം പിന്നീട് പറയുകയാണ്, ഞാൻ ബൈബിൾ വിവർത്തനം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ 2 ആസക്തികളും എന്നിൽ നിന്ന് ദൂരെ പോയി. ബൈബിൾ വിവർത്തനം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോലും അറിയാതെ ഈ കണ്ണിൻ്റെ ദുരാശയും ദേഷ്യവുമാകുന്ന എൻ്റെ 2 ആസക്തികളും മാറിപ്പോയി. ദൈവവചനത്തിൻ്റെ ശക്തിയാണത്. നമുക്കറിയാമല്ലോ, ദൈവവചനം എന്തുമാത്രം മനുഷ്യരെയാണ് പുതുക്കിയിട്ടുള്ളത്. ജഡികമായ ആസക്തിയിൽ കഴിഞ്ഞ അഗസ്റ്റിന്, നിരീശ്വരവാദിയായ ഇഗ്നേഷ്യസ് ലയോളയെ, മാടമ്പിയാകാൻ ആഗ്രഹിച്ചിരുന്ന ഫ്രാൻസിസ് അസീസിയെ, അങ്ങനെ എത്രയോ ജീവിതങ്ങളെയാണ് ദൈവവചനം മാറ്റിമറിച്ചത്. നമുക്ക് എല്ലാ ദിവസവും ദൈവവചനത്തെ ഒന്ന് എടുത്തു നോക്കാനും വായിക്കാനും ആഗ്രഹിക്കാം. പൗലോസ്ലീഹ തിമോത്തിയോസിനോട് പറയുന്നുണ്ടല്ലോ, ദൈവവചനമെല്ലാം ദൈവനിവേശിതമാണ്. അത് പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും ഉപകരിക്കുന്നു. ദൈവവചനം ദൈവഭക്തിയുള്ള മനുഷ്യനെ നന്മയുടെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു, നല്ല പ്രവൃത്തികൾ ചെയ്യാൻ പ്രാപ്തനാക്കുന്നു. നമുക്ക് ദൈവവചനത്തെ ചേർത്ത് പിടിക്കാം. ആസക്തികളെല്ലാം ദൂരെ പോകട്ടെ. ആമേൻ.